ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് ചിന്തിക്കുന്നത്. മനുഷ്യ ബന്ധങ്ങളും ഊഷ്മളമായി നിലനിർത്തുവാനും സാമൂഹിക ജീവിതം നയിക്കുന്ന ഞാനും നിങ്ങളും സൗഹാർദ്ദപരമായി സഹവർത്തിത്വം നിലനിർത്തി ജീവിക്കുവാനും ആവശ്യമായ ഏറ്റവും വലിയ ഉപാധിയാണ് ഈ വേദവാക്യം പറഞ്ഞു തരുന്നത്. മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്ത് കൊടുക്കുക. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇതുതന്നെ. പുതിയ നിയമ വേദപുസ്തകത്തില് ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യം പ്രഘോഷിക്കുകയാണ്. മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇതുതന്നെ. ന്യായപ്രമാണത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത് ഈ വാക്യമാണ്. പ്രവാചകന്മാർക്ക് ഇതിലപ്പുറമായിട്ട് ഒന്നും തന്നെ പറയാനില്ലെന്ന് ഈ തിരുവചന ഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. വേദശാസ്ത്രജ്ഞന്മാർ ഈ വാക്യത്തെ ശുദ്ധമുള്ള ബൈബിളിലെ തങ്ക നിയമം എന്നാണ് വിളിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ പർവ്വത പ്രസംഗ പരമ്പരയില് അതിപ്രധാനമായ ഈ വാക്യത്തെക്കുറിച്ച് ഒരു പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത്, ഈ വാക്യം പ്രഭാഷണങ്ങളുടെ എല്ലാം താഴികക്കുടമാണ് എന്നത്രേ. അപ്പോൾ സാമൂഹിക ധർമ്മശാസ്ത്രങ്ങളുടെ എല്ലാം ഉള്ളടക്കവും എവറസ്റ്റുമാണ് ഈ വാക്യം. ശുഭവചനങ്ങള് പറയാൻ അറിയാത്തവര് മനുഷ്യ ബന്ധങ്ങൾ ശിഥിലമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ബന്ധങ്ങള് നിലനിർത്തുന്ന ആ ഒരവസ്ഥയിലാണ് ആത്മീയതയുടെ അർത്ഥം കണ്ടെത്തുവാൻ നമുക്ക് സാധ്യമാകും. അപ്പൊ നല്ല വാക്കുകൾ, ശുഭവചനങ്ങൾ പറയാൻ അറിയാത്തവർ മനുഷ്യ ബന്ധങ്ങൾ ശിഥിലമാക്കുന്നു. ശുഭവചനങ്ങൾ പറഞ്ഞ യോശുവയെ കുറിച്ചും കാലേബിനെ കുറിച്ചും പഴയ നിയമത്തില് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നല്ല വാക്കുകൾ പറഞ്ഞ യോശുവയും കാലേബും മാത്രമാണ് വാഗ്ദത്ത നാട്ടിൽ കടന്നത്. ശുഭവചനങ്ങൾ പറഞ്ഞ എസ്രയും നെഹെമ്യാവും മാത്രമാണ് തകർന്ന സമാധാനത്തിന്റെ പട്ടണ മതിലുകൾ പുനർനിർമ്മിച്ചത്. പറഞ്ഞതിന്റെ ചുരുക്കം, പിറുപിറുപ്പും നിഷേധ വർത്തമാനങ്ങളും സഹജീവികളെ നമ്മിൽ നിന്ന് അകറ്റാനേ ഉപകരിക്കും. അതുകൊണ്ടാണ് പുതിയ നിയമത്തില് ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്ന ഈ തലമുറയ്ക്ക് മുമ്പ് ഇവിടെ കുറെ മനുഷ്യരൊക്കെ ജീവിച്ചിരുന്നു. നമ്മുടെ പൂർവികർ. ആ പൂർവികരുടെ കാലം ഒരു സുവർണ കാലഘട്ടമായിരുന്നു. അന്നത്തെ പല രീതികളുമൊക്കെ ഇന്ന് അനുവർത്തിക്കുവാൻ പുതിയ തലമുറയ്ക്ക് സാധ്യമാകുന്നില്ല എങ്കിൽ പോലും ചില കാര്യങ്ങൾ ഒന്ന് ഓർമ്മിച്ചെടുക്കുക. ഇലയിൽ ആഹാരം കഴിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പൊ ഇലയിൽ ആഹാരം കഴിച്ചിരുന്ന ആ കാലം എല്ലാ ബന്ധങ്ങളും ഹരിതപൂർണമായിരുന്നു. പിന്നീട് ആഹാരം മൺപാത്രത്തിലായപ്പോൾ പരസ്പരം താഴ്മയോടെ പരസ്പരം ക്ഷമയോടെ ബന്ധങ്ങളെ
നിലനിർത്തുവാൻ ഒരു തലമുറയ്ക്ക് സാധിച്ചിരുന്നു. ആഹാരം പിന്നീട് വന്ന് ലോഹപാത്രത്തിലായപ്പോൾ വർഷത്തിലൊരിക്കൽ ബന്ധങ്ങളെ തേച്ച് മിനുക്കുവാൻ ആരംഭിച്ചു. പിന്നീട് അത് ചില്ലുപാത്രത്തിലായപ്പോൾ ചെറിയ ഒരു തട്ടലിൽ ബന്ധങ്ങൾ ചിതറാൻ തുടങ്ങി. ഇപ്പോൾ നിലവിൽ മനുഷ്യന്റെ ആഹാരം പേപ്പർ പാത്രത്തിലായപ്പോൾ അവന്റെ എല്ലാ ബന്ധങ്ങളും ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയുന്ന രീതിയിലായി. ഏറ്റവും സംക്ഷിപ്തമായിട്ട് പറഞ്ഞാൽ ഉപഭോഗ സംസ്കാരത്തിന്റെ ഈ കാലയളവിൽ ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ യൂസ് ആൻഡ് ത്രോ എന്ന സംസ്കാരത്തിന് അധീനപ്പെട്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. പുതിയ തലമുറയുടെ ഇന്നത്തെ യുഗത്തിൽ ജീവിക്കുന്ന തലമുറയുടെ ഏറ്റവും വലിയൊരു സംസ്കാരമാണ് യൂസ് ആൻഡ് ത്രോ. ഈ ഡിജിറ്റൽ യുഗത്തില് ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യം നമ്മൾ മറക്കാതിരിക്കുക. നമ്മുടെ ജീവിത പ്രയാണത്തിന് യഥാർത്ഥ സ്വഭാവം മറച്ചുവെച്ച് മറ്റുള്ളവരുടെ പ്രീതിക്കായി അഭിനയിക്കാതിരിക്കുക. ജീവിതത്തിൽ അവനവനെ തുറന്നു കാട്ടി ജീവിതം തുടരുക. ആ തുടരുന്ന ജീവിതം സമാധാനപരമായി തീരണമെങ്കിൽ, മനുഷ്യ ബന്ധങ്ങള് ഊഷ്മളമായി നിലനിർത്താൻ നമുക്ക് സാധ്യമാകണമെങ്കിൽ പുതിയ നിയമ വേദപുസ്തകത്തിന് ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുപ്പിൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. അതുകൊണ്ട് ഈ തലമുറയില് ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചു വരുമ്പോൾ ആത്മീയമായ ജീവിതമാണ് നയിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, ആത്മീയം അല്ലെങ്കിൽ ആത്മീയത എന്ന വാക്കിന്റെ അർത്ഥം ബന്ധങ്ങൾ നിലനിർത്തുക എന്നാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.